السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മുന്നിൽ സമർപ്പിച്ചത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന് കൃത്യമായ ദിശാബോധം നൽകുവാനും സൃഷ്ടാവിലേക്കുള്ള പാത കൃത്യമായ നിലയിൽ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വന്നുകൊണ്ട് കാര്യങ്ങൾ മനുഷ്യരുമായി സംവദിക്കാറില്ലല്ലോ. അതിനാണ് അവൻ സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി നബിമാരെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നത്. സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു തആല ആ നബിമാർക്ക് നൽകുന്ന ഒരു പ്രത്യേക സംഗതിയാണ് വഹ്യ് എന്ന് പറയുന്നത്, അഥവാ ദിവ്യമായ ബോധനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹ്യ് അവതരിച്ചതിനെക്കുറിച്ചും അന്ന് പ്രവാചകൻ ഗാർ ഹിറയിൽ കഴിച്ചുകൂട്ടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിത്തീർന്ന അനുഭവത്തെക്കുറിച്ചുമൊക്കെ അറിഞ്ഞുകൂടാത്ത മുസ്ലിമീങ്ങൾ മുസ്ലിം സമുദായത്തിൽ വിരളമായിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് അവതരിക്കുന്നതിന്റെ വിവിധ വിവരണങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. സാധാരണ നാം ഒരു വസ്തുക്കളെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോൽ കൊണ്ട് പരിണാമം നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല വഹ്യ് എന്ന് പറയുന്നത്. തികച്ചും വ്യത്യസ്തമായ മൂല്യവും കനത്ത ഭാരവും അതിനുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ വചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹു തആല പറയുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ നാം നമ്മളുടെ കൈകളിൽ പിടിച്ചിട്ടുള്ള ഈ വിശുദ്ധമായ ഖുർആൻ, നാം നമ്മളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അള്ളാഹുവിന്റെ ദിവ്യമായ ഈ വഹയിന്റെ സമാഹാരം പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അല്ലാഹു തആല ഒരു വലിയ പർവ്വതത്തിന്റെ മേൽ, കരിമ്പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപർവ്വതത്തിന്റെ മേലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഖുർആനിന്റെ ആശയവും അതിന്റെ ഗാംഭീര്യവും അതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ആ പാറ പോലും വിനീതമാകുന്നതും അള്ളാഹുവിനെ കുറിച്ച് ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നമ്മൾക്ക് കാണാൻ കഴിയുമെന്നാണ്. അഥവാ ആ കരിമ്പാറകൾക്ക് ഈ ഖുർആനിന്റെ ആശയം ഗ്രഹിക്കുവാനുള്ള ഒരവസ്ഥ അല്ലാഹു തആല നൽകിയിരുന്നു എങ്കിൽ അത് പൊട്ടിപ്പിളർന്നു പോകുന്ന അവസ്ഥ നമ്മൾക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഭാരവും മൂല്യവും നിറഞ്ഞതാണ് വിശുദ്ധമായ ഈ ഖുർആനിന്റെ വചനങ്ങളെന്ന് മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ എന്ന അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഈ ഖുർആനിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. തീർച്ചയായും നാം നിന്റെ മേൽ ഒരു ഖനപ്പെട്ട വാക്ക് ഇട്ടു തരുന്നതാണ്. അഥവാ വളരെ ഖനമുള്ള, ഭാരമുള്ള, മൂല്യമുള്ള ഒന്നാണ് ഖുർആനിന്റെ വചനങ്ങളെന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിങ്കൽ നിന്ന് അവതരിക്കുന്ന വഹയിന്റെ ഭാരത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറമാണ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ പ്രവാചകന് വഹയ് അവതരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾക്ക് ഹദീസിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഉൻസിലത് അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മാഇദ വഹുവ റാകിബുൻ അലാ റാഹിലതിഹി ഫലം തസ്തതി അൻ തഹ്മിലഹു ഫനസല അലൈഹ. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മാഇദ എന്ന അധ്യായം അവതരിക്കുകയാണ്.
അത് അവതരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ യാത്രാ മൃഗത്തിന്റെ മുകളിലാണുള്ളത്. ആ യാത്രക്കിടയിൽ പ്രവാചകന് ഈ വിശുദ്ധമായ വചനം അവതരിച്ചപ്പോ പ്രവാചകൻ അത് താങ്ങാൻ കഴിയുന്നില്ല. ആ യാത്രാ മൃഗത്തിന് അത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യാത്രാ മൃഗത്തിന്റെ പുറത്തുനിന്ന് പുറത്തിറങ്ങിയതായി, താഴെ ഇറങ്ങിയതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കുന്നതിനും എത്രയോ അപ്പുറം ഭാരമേറിയതായിരുന്നു വിശുദ്ധമായ ഈ വചനങ്ങളെന്നാണ് ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മറ്റൊരു സന്ദർഭം, വഹയിറങ്ങുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഹയികൾ രേഖപ്പെടുത്തി വച്ചിരുന്ന മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രവാചകന്റെ സമീപത്ത് ഞാനുണ്ട്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ എന്റെ കാലിന്മേൽ കാല് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വഹയ് അവതരിക്കുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫമാ വജദ്തു ثقل شيء أثقل من فخذ رسول الله صلى الله عليه وسلم ثم سدي عنه فقال اكتب. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വിശുദ്ധമായ വഹയ് അവതരിക്കാൻ തുടങ്ങിയതോടെ അത്രത്തോളം ഭാരമുള്ള ഒരു വസ്തു, പ്രവാചകന്റെ ആ കാലിനോളം ഭാരമുള്ള ഒന്ന് ഞാൻ കണ്ടിട്ടേയില്ല, അനുഭവിച്ചിട്ടേയില്ല. പിന്നീട് വഹയ് അവസാനിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് എന്നോട് എഴുതാൻ കൽപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന് ഖുർആനിലെ ഒരായത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ അധ്യായമോ ഏതാനും ആയത്തുകളോ അവതരിക്കുമ്പോൾ അതിന്റെ ഗൗരവവും അതിന്റെ ഭാരവും ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രവാചകൻ തളർന്നു പോവുകയും വിയർത്തൊലിക്കുകയും അതുപോലെ തന്നെ വല്ലാതെ ഭാരപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ ഈ ഖുർആൻ പൂർണ്ണമായി നമ്മളുടെ കൈകളിൽ ഇരിക്കുമ്പോൾ ഈ ഖുർആനിനോടുള്ള നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ സമീപനം എന്താണ്? ഇതുകൊണ്ട് എന്ത് പരിവർത്തനവും എന്ത് പരിശുദ്ധിയുമാണ് നമ്മൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായ നിലയിൽ ചിന്തിക്കണം. ഖുർആൻ കൊണ്ട് ജീവിത വിജയം നേടാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.